ഒരു ചങ്ങാതി വിളിച്ചോണ്ടിരിക്കണം, ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം. Account balance is low. Please recharge immediately. For continue. ആ പറഞ്ഞോളൂ. ആരിഫ് ഖാൻ പേര് പറയിപ്പിക്കരുത്, നിങ്ങൾ എന്നെ കൊല കൊടുക്കരുത്. അതെന്തേ? ഞാൻ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ സംസാരിക്കാലോ അല്ലേ? അതെ, ലൈവിലാണ്, പറഞ്ഞോളൂ. ലൈവിലാണ്. ആരിഫ് ഖാൻ, ഞാൻ അതായത് എനിക്കിപ്പോ ഒരു 29 വയസ്സുണ്ട്. ഞാൻ +2 വരെ ഞാൻ വളരെ ഒരു തീവ്ര മുസ്ലിമായിരുന്നു. ഓഹോ. അപ്പൊ ഇപ്പൊ ഞാൻ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞ ഇതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കുറെ നാളായിട്ട് പരിചയപ്പെടണം എന്ന് വിചാരിച്ച് പല പ്രാവശ്യം നിങ്ങളുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചോണ്ടിരുന്ന ആളാണോ 27 മിസ് കോൾ കണ്ടത്? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞാൻ 27 ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവേ. അത് ഞാൻ ഇപ്പൊ തിരിച്ചു വിളിച്ചോണ്ടിരുന്നത്. സഹദ് എന്നാണോ പേര്? അല്ല, ഞാനല്ല. ഓക്കെ, സഹദ് എന്നാ വെയിറ്റ് ചെയ്തോ, ഇത് കഴിഞ്ഞിട്ട് വരാം. പറഞ്ഞോളൂ. ഞാൻ +2 ആ ടൈമിലൊക്കെ STP ഉണ്ടായിരുന്നതാണ്. STP ഉണ്ടായിരുന്നു? ആ സമയത്ത് ഞാൻ STP ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് BA ഹിസ്റ്ററി എടുത്തു. റിലീജിയൻ ആണ് മെയിൻ ആയിട്ട് എടുത്തത്. എന്റെ സാറ് പറഞ്ഞാണ് നിങ്ങളെ എനിക്ക് അറിയാവുന്നത്. എങ്ങനെ? എന്താ പറഞ്ഞു? അതായത് ഞങ്ങളെ ഹിസ്റ്ററിയിൽ ഇതിനെപ്പറ്റി പഠിച്ചോണ്ടിരിക്കുമ്പോ സാറിന്റെ പേര് പറയാലോ അല്ലേ? സാറിന്റെ പേര് നിതിൻ സാർ എന്നാണ്. സാറ് പറഞ്ഞ ഒരു വാക്കിൽ എനിക്ക് ട്രിഗറായി. അതായത് വാളുകൊണ്ട് ആണ് ഈ സൗദി അങ്ങനെയല്ല പറഞ്ഞത്. അതായത് സൗദി, ഖത്തർ, കുവൈറ്റ് ആ ഭാഗങ്ങളൊക്കെ വാളുകൊണ്ട് പിടിച്ചടക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ട്രിഗറായിട്ട് ഞാൻ അതിനെതിരെ വല്ലാണ്ട് ചൂടായി. അപ്പൊ സാറ് പറഞ്ഞു, പുള്ളി വളരെ ഇതായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാനിത് ചെയ്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, നീ ഒരു പണിയായി പോയി ആരിഫ് ഹുസൈൻ്റെ ഇത് അന്ന് പക്ഷെ വേറൊരാളുടെ പേരാ പറഞ്ഞു. ആരുടെ ആണാവോ, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് കണ്ണട വെച്ചിട്ട് പുള്ളിയുടെ ഇത് കണ്ടു. ഞാൻ പുള്ളിയുടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് ആ സമയത്ത് എന്തോ കാണുമ്പോ ഇത് വല്ലാണ്ട് ചോര തിളക്കണ ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സാറ് പറഞ്ഞതും ആ സമയത്ത് ആരിഫ് വീഡിയോ ചെയ്യുന്നുണ്ടോ? ഇതേത് വർഷം? എന്റെ ഊഹം, എനിക്കിപ്പോ 29 വയസ്സുണ്ട്. ഞാൻ ഡിഗ്രി 3rd ഇയറിന് പഠിക്കുമ്പോഴാണ് ഈ BA ഹിസ്റ്ററിയിലേക്ക് റിലീജിയൻ മതം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 2019. 19 വീഡിയോ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല, ഞാനൊരു 20-ന് ശേഷമാണ്. 2019 ആ ഒരു ഇതിലാണ്. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് ചേർന്ന വർഷമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ സാറായിട്ട് സംസാരിച്ചു. അങ്ങനെ ഇരിക്കെ എന്റെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ആരിഫ് ഖാന്റെ വീഡിയോ കാണാൻ പറഞ്ഞു. അങ്ങനെ അത് വീണ്ടും 3 വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവം പറയുന്നത്. അപ്പോഴാണ് റിലീജിയൻ ഭാഗങ്ങൾ ഞങ്ങൾ എടുത്തത്. അങ്ങനെ ആരിഫ് ഖാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സെക്സില് നമ്മുടെ മതം ഇങ്ങനെ വല്ലാണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര കടുത്ത എതിർപ്പായിരുന്നു. പക്ഷേ വഴിത്തിരിവുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ രണ്ടുപേരും പറയണ കാര്യം വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദ് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞു. ഏതാണ് കാര്യം? സ്ത്രീകളുടെ ചുമന്ന മാറിടമുള്ള സ്ത്രീകള് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങള്. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഞാൻ മദ്രസയിൽ പഠിച്ചേക്കണ വ്യക്തിയാണ്. മദ്രസയിൽ തന്നെ ഇതേപോലത്തെ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ കൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കൂലല്ലോ, ബാഹുബലി 1 അതൊന്നുമില്ലല്ലോ. കാരണം എന്നെ പഠിപ്പിച്ചേക്കണത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് പഠിപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതേപോലുള്ള ആൾക്കാർ ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രക്തം തിളക്കലാണ്. പക്ഷെ പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചെറിയൊരു വഴിത്തിരിവുണ്ടായി. സാറിനോട് ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കേട്ടു എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു, നീ ആരിഫ് ഹുസൈന്റെ വീഡിയോയിൽ നീ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു. വന്ന് തർക്കിക്കുന്ന ആൾക്കാര് ഒരിക്കലും എന്താ പറയാ, ഒരു ഘട്ടം എത്തി കഴിയുമ്പോ ഇവരോട് നിങ്ങൾക്ക് ഇന്നത് അറിയോന്ന് ചോദിക്കുമ്പോ അവിടെ അവർ ഉത്തരം മുട്ടും എന്ന് പറഞ്ഞു. ഇന്ന ആയത്തിന്റെ അർത്ഥം ചോദിക്കുമ്പോ
അവർക്കത് ഉത്തരം മുട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുമ്പോഴും ഈ ഒരു മാറ്റം നമ്മളിലേക്ക് ഉണ്ടാവില്ലേ, ഇതിങ്ങനെയാണെന്നുള്ളൊരു അക്സെപ്റ്റൻസ് വന്നു തുടങ്ങാണ്. പിന്നെ അതുകൂടാണ്ട് മറ്റേ നബി റോട്ടി കൂടെ പോകുമ്പോ ഒരു പെണ്ണിനെ ഹലാലാക്കിയ മറ്റേ സംഭവമില്ലേ, അതായത് ഭർത്താവും ഭാര്യയും കൂടി നടന്നു പോകുമ്പോ ഒരു ഭർത്താവ് നടന്നു പോകുമ്പോ അതല്ലേ. ഇത് കേട്ട് ഞാൻ അതുകൂടാണ്ട് പിന്നെ കേട്ടതെന്ന് പറഞ്ഞാല് ഒരു ഉമ്മ, ഒരു സ്ത്രീ, അവരുടെ മകൻ മരിച്ചു, എന്നിട്ട് അവരുടെ ഭർത്താവ് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ വന്നപ്പോ ശാരീരികമായിട്ടുള്ള അയാളുടെ എല്ലാ ആസക്തികളും തീർത്തതിന് ശേഷമാണ് മകൻ മരിച്ച വിവരം പറഞ്ഞു. ഇതാണ് നിങ്ങളൊരു ഭാര്യ ഒരു ഭർത്താവിനോട് ചെയ്യേണ്ട കടമ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ സത്യത്തിന്റെ ആ ഒരു ഇത് ഫേസ് ചെയ്യുവാണ്, മനസ്സിലായില്ലേ? പിന്നെ 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 നിങ്ങളുടെ വീഡിയോസ് ഞാൻ കുത്തിയിരുന്ന് കാണാൻ തുടങ്ങി, മറ്റേ ആ കോട്ടിട്ട ആളുടെ വീഡിയോ കുത്തിയിരുന്ന് കാണാൻ തുടങ്ങി. ഓക്കെ, ഞാനിപ്പോ ഒരു കാര്യം പറയണേ. ഇപ്പൊ നിങ്ങൾ ഈ വിളിച്ച സാധനമല്ലേ ഇപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക, നിങ്ങളിപ്പോ ഉണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇതിങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞിപ്പോ ഒരു അരമണിക്കൂറായിട്ടില്ല. അതായത് ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ലിയാക്കത്ത്, ജബ്ബാർ മഷൊക്കെ വീഡിയോ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇവർ പറയുന്നതുണ്ട്, ഈ രീതികളുടെ ഒരു പ്രശ്നം പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താണ്, അതായത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു വൈ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ ട്രിഗർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോക്ക് അതിന് സാധ്യത കുറവാണ്. അതിന് എന്റെ വീഡിയോ കാണണം. അത് വളരെ ശരിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് ഞങ്ങൾ ഒരിക്കലും എവിടെയും ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ മദ്രസയിൽ പഠിച്ച വ്യക്തിയാണ്. ഞാൻ പറയണ മാത്രല്ല, ഇപ്പൊ ലിയാക്കത്ത് പറഞ്ഞാലും ജബ്ബാർ മാഷ് അതൊന്നും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. കാരണം നിങ്ങൾ പറയുന്നതും എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞതും ഈ വാളുകൊണ്ട് ചെയ്ത മതമാണ്, അതേപോലെ സ്ത്രീകളുടെ ശരീരം, ഈ പറഞ്ഞ കാര്യങ്ങള് പള്ളിയിൽ വെച്ച് ഉസ്താദ് മറ്റേ കുത്തുബയുടെ ഇടയിലാണ് ഞാനിത് കേൾക്കണത്. ഇത് കേൾക്കുമ്പോ നമുക്ക് ശരിക്കും നമ്മൾ അന്നാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇത് ചെയ്യണത്. പിന്നീട് നമ്മൾ മിക്ക ഉസ്താദന്മാരുടെയും വീഡിയോയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ സാധനം സെയിം സാധനമല്ല, പല സ്ത്രീ ശരീരത്തിനെ പറ്റി വർണ്ണിക്കുന്നത്. എന്റെ അപ്പ ഉണ്ടായ ഒരു സംശയം ഞാൻ എന്റെ ഉമ്മാനോട് ഞാൻ ചോദിച്ചേക്കണ ഈ എന്നെ പഠിപ്പിച്ച സാറില്ലേ, പുള്ളി വളരെ വ്യക്തമായിട്ട് ഇതിനൊരു കാര്യം പറഞ്ഞു തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് ഹിസ്റ്ററി എടുക്കും. അതായത് ഞാനൊക്കെ അത്യാവശ്യം കുരുത്തപ്പുള്ളിയാണ്. അതായത് ഒരു കാര്യം മര്യാദ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതായത് ഒരു ഇൻസിഡന്റിനോട് കൂടിയിട്ട് ഒരു കൊനിഷ്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാല് ഈ കൊനിഷ്ട് ഓർമ്മ വന്നിട്ട് ഇൻസിഡന്റ് മനസ്സിലായ ഇതേപോലെ പഠിപ്പിച്ചു തന്നെ സാറാ അത്. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ മുഹമ്മദ് പറയുന്ന വ്യക്തി എന്താ പറയാ അവര് പറയുന്നത് പോലെ അങ്ങനെ എനിക്ക് പുള്ളിനെ മനസ്സിലായിടത്തോളം ചില കാരണങ്ങൾ കൊണ്ട് പുള്ളി മനുഷ്യരെ പേടിപ്പിച്ച് കൂട്ടത്തിലാക്കാൻ പറ്റുന്നവരെ പേടിപ്പിച്ച് കൂട്ടത്തിലാക്കി. അതെ, വാള് വെച്ച് അതായത് പഠിച്ചവനെ പേടിപ്പിച്ച് കൂട്ടത്തിലാക്കാൻ പറ്റുന്നവരെ നിങ്ങളെ കബറിന്റെ അകത്തിട്ട് എടുക്കും, അങ്ങനെ ഇത് ചെയ്യും, അങ്ങനെ ഉള്ളവരെ അങ്ങനെ ആക്കി. അതേപോലെ വാള് കൊണ്ട് കൂട്ടത്തിലാക്കാൻ പറ്റുന്നവരെ വാള് കൊണ്ട് കൂട്ടത്തിലാക്കി. പിന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് മൂന്നാമത്തെ ആൾക്കാരെ കൂട്ടത്തിലാക്കിയത്. അതായത് എന്താണ് അതെ, അതായത് എന്താണ് ഈ മദ്യത്തിന് വളരെയധികം ഇത് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതിപ്പോ ഹറാമാണെന്ന് പറയുവാണെങ്കിൽ പോലും. അതേപോലെ സ്ത്രീകളുടെ ശരീരം വളരെയധികം ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1001 ഹൂറിമാരെ തരും. എന്നിട്ട് എന്റെ സാർ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചപ്പോ എന്നെ പിടിച്ച് കയ്യിലും കണക്ക് വീക്കിയിട്ടുണ്ട്. അതായത് സാർ ചോദിച്ച ചോദ്യം ഇതാണ്, ആണുങ്ങൾക്ക് മാത്രമേ ഈ ഹൂറിമാരെ കൊടുക്കുള്ളൂ, എന്തുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇല്ല നിനക്ക് അറിയോടാന്ന് ചോദിച്ചു. സാറ് ചോദിച്ചു ഈ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഞാൻ അറിയാണ്ട് എന്റെ പേര് പറയണെങ്കിൽ ബീപ്പ് ഇട്ടോളോട്ട് ഞാൻ ശ്രമിക്കാം. അപ്പൊ അറിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞത്, എടാ പണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല, ചോദ്യങ്ങൾ ചോദിക്കുകയും ഇത് ചെയ്യുകയും ചെയ്തിരുന്നത് ആണുങ്ങളാണ്, ഇവരെ തൃപ്തിപ്പെടുത്തിയാ മതി എന്നുള്ളതാണ് സാറ് പറഞ്ഞതിന്റെ ഒരു അർത്ഥം. എന്നിട്ട് ഇത് പോയി ഉമ്മാനോട് ചോദിച്ചു. അല്ല, ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഈ ആണുങ്ങൾക്ക് മാത്രമല്ലേ ഹൂറിനെ ഉള്ളൂ, ഈ പെണ്ണുങ്ങൾക്ക് എന്താ അവിടെ മാത്രം എന്ത് ഏറ്റക്കുറച്ചിലെന്ന് ചോദിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞത് സാറ് പറഞ്ഞെന്ന് പറഞ്ഞില്ല, ഞാൻ ആ രീതി പറഞ്ഞു. മടയിൽ നല്ല രീതിക്ക് കിട്ടി. പക്ഷെ ഇന്നും ഇവരാരും അതേപോലെ തന്നെ എന്താ പറയാ, ഒരു ഉസ്താദ് ഒരിക്കൽ പള്ളിയിൽ എന്ന് പറയണ്ടായിരുന്നു. അതായത് കുത്തുബയുടെ ഇടക്ക് എന്താണ്
ഈ അവിടെ 3 പുഴയുണ്ട്. ഒന്ന് പാലിന്റെ പുഴ, വേറെ വേറെന്താണ്ടിന്റെ പുഴ, പിന്നെ മദ്യത്തിന്റെ പുഴ. ഈ പുഴയില് മദ്യത്തിന്റെ പുഴയിൽ ആ മദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മോശം മദ്യമല്ല മക്കളെ. ആ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുടിച്ചാലും കിക്കാവൂല. പിന്നെ എന്തിനൊക്കെ മദ്യം? പച്ചവെള്ളം കുടിച്ചാ പോരെ? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോ നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്നെ പണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ഭയങ്കര ഒച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. അതായത് മുഹമ്മദ് നബി ഈ പല്ലീനെ കൊന്ന്, അതായത് മുഹമ്മദ് നബി ഗുഹയെ കയറി കഴിഞ്ഞപ്പോ പല്ലി ചലച്ചൊച്ചുണ്ടാക്കി കുറേശ്ശികൾക്ക് എന്തോ കാണിച്ചു കൊടുത്ത്, അതുകൊണ്ട് പല്ലീനെ കൊന്നു കഴിഞ്ഞാല് പള്ളി പണിത കൂലിയാണെന്ന് പറഞ്ഞ് വാല് മുറിയാണ്ട് പല്ലീനെ കൊന്നു കഴിഞ്ഞാൽ. അന്ന് ഞാൻ ചോദിച്ചൊരു സംശയം എന്താന്ന് വെച്ചാല്, അല്ല ഉസ്താദെ, അങ്ങനെയാണ് ഉസ്താദ് ഈ പറഞ്ഞ ഇതാണെന്നുണ്ടെങ്കിൽ പല്ലീനെ കൊന്ന പള്ളി പണിത കൂലി കിട്ടും. അതിന്റെ ബേസ് പറയണത് ഈ ഒരു ഇൻസിഡന്റ് ആണ്. അതായത് പണ്ട് പുള്ളി ഗുഹയെ കയറിയപ്പോ പല്ലി ചരച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഡൽഹി പീഡനം നടത്തിയത് ഒരാണല്ലേ, അപ്പൊ ഉസ്താദ് അടക്കമുള്ള എല്ലാ ആണുങ്ങളെയും തല്ലിക്കൊല്ലണ്ടേന്ന് ചോദിച്ചു. ഒന്ന് പുള്ളി വല്ലാണ്ട് വയലന്റ് ആയി, എന്റെ കോളറിനൊക്കെ കുത്തിപിടിച്ചു. പക്ഷെ ഞാൻ അതായത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യനല്ലാണ്ട് മറ്റൊരു ജീവിക്കും ഇത് കൊടുത്തിട്ടില്ല, സ്വയം ചിന്തിക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടില്ല എന്നുള്ളൊരിത് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ? അല്ല, അതായത് എന്നെ മദ്രസയിൽ പഠിപ്പിച്ചതാണ്. ആയത്തെനിക്കറിയില്ല. മനുഷ്യനല്ലാതെ യാതൊരു ജീവികൾക്കും സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ ഡിഫറെന്റ് ആവുന്നത്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പല്ലിയുടെ കൺസെപ്റ്റ് എങ്ങനെ ശരിയാവുക? ഇങ്ങനെയുള്ള പല്ലിക്ക് അറിയില്ലല്ലോ മുഹമ്മദ് നബി ആണോ അല്ലയോ എന്ന്. പല്ലിയെ ചലപ്പിച്ചതാരാണ്? അത് പഠിച്ചോൻ തന്നെയല്ലേ? അതെ. പിന്നത്തെ കാര്യം, ഈ ഒരു പല്ലി ചെയ്ത തെറ്റിന് എല്ലാ പള്ളികളെയും കൊല്ലുമ്പോ മനുഷ്യന്മാരെ എന്തൊക്കെ ചെയ്യണം? അപ്പൊ കളക്റ്റീവ് പണിഷ്മെന്റിനും പഠിച്ചോന്നും കൂട്ടാൻ നിൽക്കുകയാണ്. അതെ. അപ്പൊ ഏതെങ്കിലും ഒരു ജിഹാദി ഒരു സാധനം ഒപ്പിച്ചതിന് എല്ലാ മുസ്ലിങ്ങളെ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും. അത് ഞാൻ നിങ്ങളുടെ വേറൊരു വീഡിയോ കണ്ടായിരുന്നു. നിങ്ങള് പുറത്തിറങ്ങി പോയിട്ടൊരു വീഡിയോയില് നിങ്ങൾ ഇത് ചെയ്യുമ്പോ ആ വീഡിയോയില് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരു പുള്ളി വന്നിട്ട് പറയുന്നുണ്ട്, ഹമാസ് ഇത്ര സംഘടന, അതായത് UN ഇത് ചെയ്ത തീവ്രവാദ സംഘടനകളിൽ ഹമാസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്ക് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെ RSS തീവ്രവാദ സംഘടനയായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞിട്ട് കടുത്ത തീവ്രവാദ സംഘടനയാണ്. അപ്പൊ തിരിച്ചു ചോദിക്കണ്ട അത് ഇതിലുണ്ടോ എന്ന് നോക്കുമ്പോ അവിടെ ഉത്തരം മുട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഉള്ള ഒരു എതിർപ്പ് എന്താന്ന് വെച്ചാല് ISS തീവ്രവാദ സംഘടനയാണോ എന്ന് ചോദിക്കുമ്പോ പുള്ളി പറയണത് എനിക്ക് അറിയില്ല എന്നാണ്. അതായത് ഏത് പൊട്ടനായ മുസ്ലിമിനോട് ചോദിച്ചാലും അവനറിയാതെ ISS തീവ്രവാദ സംഘടനയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ അതിന് വലിയ ആരാധനയാണെന്നേ, അതല്ലേ ഈ പറയണേ. ഞാനതല്ലേ പറഞ്ഞേ, ഞാൻ ഉണ്ടായിരുന്ന പള്ളിയില് ഒസാമ ബിൻ ലാദനെ മയ്യത്ത് നിസ്കരിച്ച് വെറുതെയാണോ? അന്ന് അങ്ങനെയായിരുന്നു ഇവിടുത്തെ സാഹചര്യം. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഈ സുധാകരനാണ് ചരമഗീതം എഴുതിയത് ലാദന് വേണ്ടി. ലാദൻ ഓ ലാദൻ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത എഴുതിയത് ഇവിടുത്തെ സുധാകരനാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രി. പിന്നത്തെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ അടുത്ത് ഒരു ഗോവ വരെ ടൂറ് പോയപ്പോ കാറില് മൊത്തം ആരിഫ് ഖാടെ വീഡിയോ ഇട്ടിട്ടാ പോയത്. എനിക്ക് വയ്യ. ബാക്കി കാക്കമാരായിരുന്നു കൂടെ? ഒരു ആള് കാക്കയായിരുന്നു. പുള്ളി കാടെ ഭയങ്കര വലിയ ഫാനാ. ബാക്കി വീഡിയോ മുസ്ലിങ്ങളാരും കേൾക്കുന്നില്ല എന്നാണല്ലോ നൂർ അബ്ദുൽ പറഞ്ഞത്. അങ്ങനെയല്ല, ബോധം വന്ന മുസ്ലിംസ് നിങ്ങളുടെ വീഡിയോ കേൾക്കും. ഞാൻ കേറി വന്നപ്പോ തന്നെ നിങ്ങളോട് സംസാരിച്ചത് വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയാണ്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് മര്യാദ നിങ്ങളോട് ഞാൻ ആദ്യമേ നിങ്ങളോട്, കാരണം എനിക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ അത്ര, അതായത് നമ്മുടെ വീട്ടിൽ കാക്കാനോട് സംസാരിക്കണമില്ല. അതാണ് ഇനി നമ്മളെ അനിയനാണോ. കാരണം ഈ സാധനം പലതും നിങ്ങളെ ഈ ഇതിനു മുമ്പേ മറ്റേ സാറിന്റെ ഇന്ന് കേട്ട് ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് നിങ്ങളെ സത്യം പറഞ്ഞ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. ഹലോ, നല്ല ദേഷ്യമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് വെള്ളിയാഴ്ച പള്ളിയില് നിങ്ങളിത് മോശമാണ് എന്ന് പറയുന്ന ഈ കാര്യങ്ങള്, ഞാനിപ്പോ പറയണത് ഇതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയുന്ന കാര്യങ്ങള് വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദ് കൊത്തുവക്ക് നിന്ന് വിളിച്ചു പറയുമ്പോ ആ പ്രസംഗം കേട്ടാലോ? ഇതാണെന്ന് പറഞ്ഞു. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന ഇത് തന്നെ. പക്ഷെ ഒച്ച ഇതല്ല, പക്ഷെ പറഞ്ഞത് ഇത് തന്നെ. ചുമന്ന മാറിടം.
അശ്ലീലം. ഹൈ. അതെ. അതന്നെ. അപ്പൊ ഇത് പള്ളിയുടെ അകത്ത് നിന്ന് വിളിച്ച് പറയുമ്പോ, അതായത് ഇത് ബാക്കിയുള്ളവരെന്ന് കേൾക്കണ്ട്, ഞാൻ ചുറ്റും നോക്കുമ്പോ അവരുടെ ആരുടെ മുഖത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സംഭവം നമുക്കാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ സാറിന്റെ അടുത്തുള്ള തർക്കങ്ങൾ നിന്നു, കേട്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം പുള്ളി വിളിപ്പിച്ചിട്ട് ചോദിച്ചു എന്താടാ കാര്യം എന്ന് ചോദിച്ചു. അന്നാണ് നമുക്ക് ഈ ഒരു ബോധം, എന്താ പറയാ, കാര്യങ്ങൾ പുള്ളിനോട് പറഞ്ഞപ്പോ, അതുവരെ പുള്ളിനോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളി പറയണത് കേൾക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ SFIയില് കാമാരോട് പറയണം പുള്ളിനെ പറ്റി, പുള്ളി പഠിച്ചവനെ പറ്റി അങ്ങനെ പറഞ്ഞു, നബീനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു ഹാല്. ഓ ശരി. അപ്പൊ നമുക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ പോയ ടീമാണ് നമ്മള്. അതെ. അപ്പൊ ഈ ഒരു ഹാല്, അതായത് സാറിന് അത് കഴിഞ്ഞ പിന്നീട് നമുക്ക് ഈ ഒരു ബോധം വരൂലേ, ബോധത്തിന്റെ ഒരു ഇത് വരൂലേ. എന്നുവെച്ചാൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഓഫാക്കിയിട്ട് തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. അതെ. അതൊരു വല്ലാത്ത ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതെ അതെ അതെ. ഈ ഇപ്പോഴും എന്നിട്ട് ഞങ്ങള് കാറിൽ പോകുമ്പോണ്ടല്ലോ ഈ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന കഴിഞ്ഞപ്പോ ഇതിനിടക്ക് പറഞ്ഞ് പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ആളിങ്ങനെ ഒന്ന് വെട്ടിച്ച്, ഞാൻ എങ്ങാനും അറിയാണ്ട് കൂടെ ഉള്ളവരുടെ പേര് പറയാനാണെങ്കിൽ വീപ്പിട്ടോളണം കേട്ടോ. അപ്പൊ ഈ വണ്ടി വെട്ടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, അതെ കാര്യമൊക്കെ ശരിയായിരിക്കും, ആരിഫ്ക്ക് ചിലപ്പോ ഉള്ളതായിരിക്കും പറഞ്ഞേക്കണേ, പക്ഷെ പുള്ളി മനുഷ്യനാണ്, ഇതൊക്കെ പടച്ചോന് ഇഷ്ടപ്പെടാനില്ലെങ്കിലാ, ഈ പറഞ്ഞതൊന്നും ഒക്കെ ശരിയല്ലെങ്കിലാ, തൽക്കാലം നമുക്ക് കാറിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. അതായത് ഞാനും വണ്ടി ഇടിപ്പിച്ചാലാ പടച്ചോൻ അങ്ങനെ. അതെ, കാരണം നമുക്കിതോരെ അല്ല ഓഫാക്കിയില്ല, അവര് പിന്നെ വെച്ചാർന്ന്. കാരണം നമ്മുടെ ഒരു പേടി മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് ആരിഫ് ഖാന്റെ അടുത്തൊരു വലിയ സംശയം ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ ഈ ആദിലാനൂറ പ്രശ്നമല്ലേ, ഈ പ്രശ്നത്തിൽ എന്റെ ഒരു സംശയമാണ്, ഡോക്ടറൊക്കെ ഇരുന്നല്ല, അതായത് ഈ സ്ത്രീകളല്ലേ, അതായത് നമുക്കൊരു പെണ്ണിനോട് ഒരു ഈ പറഞ്ഞ അട്രാക്ഷൻ തോന്നുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഹോർമോൺസ് നമ്മൾ ഇത് ചെയ്തതുകൊണ്ടല്ലേ, ഇവരിങ്ങനെ ആയത് ഇവരുടെ ഹോർമോൺസ് അങ്ങനെ ആയതുകൊണ്ടല്ലേ? എങ്ങനെ? അതായത് അവർക്കൊരാള്, അതായത് അതെ എനിക്കൊരാളിനോട് ഒരിക്കലും ഇത് തോന്നില്ല, കാരണം ഞാൻ സ്ട്രെയിറ്റ് ആണ്. ഈ സെയിം അവസ്ഥ തന്നെയല്ലേ അവരുടെ? ഇത് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുമോ? മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവര് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യലല്ലേ പറ്റുള്ളൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, അതാണ് നമ്മൾ പറയുന്നത്. അതായത് അതെ, അല്ല അതായത് പടച്ചോൻ അവരങ്ങനെയാണ് സൃഷ്ടിച്ചേക്കണത്. അതെ, അതായത് എന്നോട് പോയിട്ട് ഒരാണിനെ കെട്ടാൻ പറയണത് പോലെയല്ലേ അവരോട് പോയിട്ട് ഒരാണിനെ കെട്ടാൻ പറയണത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ പ്രശ്നം. അപ്പൊ അവരങ്ങനെ സൃഷ്ടിച്ചത് പടച്ചോനല്ലേ? ഇത് ഏതെങ്കിലും രീതിയിൽ മരുന്ന് കൊടുത്തോ കൗൺസിലിംഗ് കൊടുത്തോ ഇവർക്ക് ഒരാണിനോട് താല്പര്യം ജനിപ്പിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. നിങ്ങളിപ്പോ ഹെട്രോസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൗൺസിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെട്രോസെക്ഷുവാലിറ്റി മാറ്റി നിങ്ങളെ ഹോമോസെക്ഷൽ ആക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങളെ ഹോമോസെക്ഷൽ ആക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂലല്ലോ. പറ്റൂല. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് അവരുടെ അടുത്തും. അവരെ നിങ്ങൾ ഉപദേശിച്ചും പേടിപ്പിച്ചു നിങ്ങൾക്ക് അവരെ ഹെട്രോസെക്ഷൽ ആക്കാന്ന് പറയുന്നത് എളുപ്പമല്ല, അങ്ങനെ നടക്കില്ല. അപ്പൊ പിന്നെ ഇവരോട് ഈ കാണിക്കുന്ന നമ്മുടെ ആൾക്കാർ ഈ കാണിക്കുന്ന ഒരു ഇത് ഇവർക്ക് ചിന്തിച്ചൂടെ? അത് ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം, ഈ മതങ്ങളുടെ പൊതുവായുള്ള പ്രശ്നം, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതേ സാധനമാണ്. അതായത് ഇവരുടെ അവകാശവാദം എന്താണ്? അതായത് നന്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മതം വേണം, ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ നന്മയുള്ള മതം, ഇതല്ലേ പറയുന്നത്? പക്ഷെ എന്താ ഇപ്പം നമ്മളിവിടെ കാണുന്നത്? ഒരു നന്മ അത് മതം പറയുന്നില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നു. ഓക്കെ. ഒരു തിന്മ അത് മതം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് തിന്മയായിട്ടും നിങ്ങളത് ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് തടയാനും മതങ്ങൾക്കാവും, തിന്മ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും മതങ്ങൾക്കാവും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മെഡിക്കൽ സയൻസ് തന്നെ മനസ്സിലാക്കിയിട്ട് അധികം നാളായിട്ടില്ല. അവർ മെഡിക്കൽ സയൻസിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഇതൊരു മെൻ്റൽ ഡിസോർഡർ ആണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നു ഒരു ഹ്യൂമൻ റൈസ്, ഏതൊരു ജീവജാലം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ബിലോ 10%, 5 to 6 അല്ലെങ്കിൽ 7% എന്നൊക്കെ പറയുന്നത് ഹോമോസെക്ഷുവൽ ട്രൈറ്റ്സ് കാണുന്ന സാധ്യത ഉണ്ടെന്നാണ് പറയാം. അപ്പൊ ഇതില് അല്ല, ഇത് നമ്മുടെ ആൾക്കാർക്ക്, ഞാനിപ്പോഴും ഇക്കാടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. മറ്റേ ആ മലബാർ ഗോൾഡിന് ആ പുള്ളി വിളിപ്പിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അവർ ഇട്ട് കൊടുത്ത സംഭവമൊക്കെ.
അതേപോലെ തന്നെ ബിഗ് ബോസിൽ മറ്റേ ലക്ഷ്മി പറഞ്ഞ ആ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോഴും ഇത് നോർമലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ഇത് നോർമലൈസ് ചെയ്തു, അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ള ഇത് കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇത് എങ്ങനെ നോർമലൈസ് ചെയ്യരുത് എന്നാണ് ഞാനത് പലരോടും ചോദിച്ചായിരുന്നു. ഇസ്ലാമിക ഭരണം വന്ന ഇത് ഇവരെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലും, അതാണ് ഇസ്ലാമിലെ നിയമം. അതെ, അതായത് ഈ അടുത്തൊക്കെ ഒരു വീഡിയോ, ഈ ലാസ്റ്റ് ഒരു യൂട്യൂബറെ കാണിച്ചില്ലേ ലൈവില്, എന്തായിരുന്നു പുള്ളിയുടെ പേര്, ഒരു യൂട്യൂബറെ കാണിച്ചില്ലേ, ഒരു മുസ്ലിം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സസ്പെൻഷൻ കിട്ടിയെന്ന്, നമ്മളെ അനിൽ മുഹമ്മദ് മദ്രസ. ഞാൻ പുള്ളിയുടെ വീഡിയോസ് പണ്ട് കാണുമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ബീഫ് നിരോധനത്തിനെ പറ്റിയും RSSനെതിരായിട്ട്, ഞാനൊരു RSSനെതിരായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ബീഫ് നിരോധനം കാര്യങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് തോന്നി. പക്ഷേ പുള്ളിയുടെ കറക്റ്റ് സ്വഭാവം മനസ്സിലായത് അപ്പൊ തൊട്ടാണെന്ന് വെച്ചാല്, ഇവിടെ ബീഫ് ഫെസ്റ്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ ബീഫ് ഫെസ്റ്റ് വെച്ചല്ല, അതിന്റെ അപ്പുറത്ത് അവര് പോർക്കും കൂടി വെച്ച്. പോർക്കെന്ന് കേട്ടപ്പോ പുള്ളിയുടെ ആ കറക്റ്റ് പുറത്തേടി ഇതങ്ങോട്ട് മാറി. അതന്നെയാണ് പ്രശ്നം. പോർക്കുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? അതെ, അല്ല അപ്പൊ ഞാൻ ചോദിക്കണ ഒരു കാര്യം, ഞാൻ പോർക്ക് കഴിക്കില്ല, പക്ഷെ വിളമ്പി കൊടുക്കും, കഴിക്കുന്നവരുടെ കൂടെ ഇരിക്കും. പക്ഷെ നമുക്ക് ഈ ചെറുപ്പം പോലെ ഇത് പറഞ്ഞു വെച്ചേക്കണോണ്ട് ഇത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് കഴിക്കുന്നവരോട് ബുദ്ധിമുട്ടില്ല, അവര് അത് കൂടിയിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ മറ്റു ഭക്ഷണം കൂടിയിരുന്ന് കഴിക്കും. ഇക്കണക്കിന് ഇവിടെ മുസ്ലിങ്ങൾ ഇസ്ലാം ഭരണമൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്രാവശ്യം RSSകാർ ബീഫ് നിരോധിച്ചതുപോലെ തന്നെ ഇവരെന്തായാലും പോർക്ക് നിരോധിക്കില്ലേ? RSSകാർ ബീഫ് എവിടെ നിരോധിച്ചിട്ടുള്ളത്? അങ്ങനെ ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ പറയുന്നത് ഈ ബീഫ് നിരോധനം, ഈ ഗോവധ നിരോധനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. സ്റ്റേറ്റുകൾക്ക് അവരുടെ സാധ്യത നോക്കിയിട്ട് ഈ പറയുന്ന ആർട്ടിക്കിൾ 45 എൻ്റെ ഓർമ്മ, ഏതോർണം അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ സ്റ്റേറ്റ്സിന് റൂൾസ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഗോവധ നിരോധനം സംബന്ധിച്ചിട്ട്. അത് ഇവിടെ ആദ്യം ചെയ്ത് തുടങ്ങിയതാരാണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്താരാണ്? കോൺഗ്രസ്സുകാരല്ലേ? പിന്നെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോവധ നിരോധനം നടപ്പിലാക്കിയതാരാണ്? കോൺഗ്രസ്സുകാരല്ലേ? അപ്പോൾ ഈ അവകാശം ഇവിടെ ഉണ്ടായിരിക്കെ അത് BJPക്കാർ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് BJPയുടെ തലയിലാവുന്നത്? അതാണ് ഞാൻ ചോദിക്കണത്. നമ്മളോട് ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ അടുത്തേക്ക് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഇതെന്താണ് ഈ സാധനത്തെ കുറിച്ച് ഹിന്ദുത്വവാദികളുടെ ഇടയിലുള്ള അവരുടെ വാദം എന്താണെന്നല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ ഗോവധം എന്ന് പറയുന്ന സാധനം അത് ഹിന്ദുത്വവാദികളുടെ പ്രശ്നമല്ല, അത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ സാധനം. ഇപ്പൊ പന്നിയിറച്ചി കഴിക്കുക, പന്നി ഒരു ഹറാമാണെന്ന് പറയുന്നതൊക്കെ ജിഹാദികളാണോ? അല്ല, അത് മുസ്ലിങ്ങൾ പറയുന്ന കാര്യമല്ലേ? അപ്പോൾ ഗോവധം അതിനോട് യോജിക്കുന്നില്ല എന്നൊരു ഹിന്ദു പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് പറയാനുള്ള അവകാശം ഹിന്ദുവിനില്ലേ? തീർച്ചയായിട്ടും. ഇനി അത് നിയമമാക്കി അതിന് ഇതേപോലെ ഒരു സ്റ്റേറ്റ് സപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് യോജിപ്പില്ല എന്ന് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അതാരാന്നറിയോ? സവർക്കർ ഈ ഗോവധത്തിനെതിരായിരുന്നു, മീൻസ് ഈ ഗോവധ നിയമത്തിനെതിരായിരുന്നു. ഈ പശുവിന്റെ പിന്നിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് എതിരായിരുന്നു പുള്ളി. പശു ഒരു ഭക്ഷണമാണ്, തിന്നണമെങ്കിൽ തിന്നണം എന്നാണ് പറഞ്ഞത് പുള്ളി. ഈ സവർക്കർ തന്നെയല്ലേ മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അത് ഗോൾവാർക്കറാ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഗോവധത്തിന്റെ കാര്യം തന്നെ എടുക്കുക. അപ്പൊ ഇവിടുത്തെ സവർക്കർ പറയുന്നത് ഗോവധ എന്ന് പറയുന്ന വിഷയത്തിൽ പുള്ളിയുടെ നിലപാട് ഈ പറയുന്ന BJPയുടെ നിലപാടല്ലല്ലോ. അല്ല. അപ്പൊ സവർക്കറിനെ പുൽകുമോ? സവർക്കറിനെ പുൽകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ BJPനോടുള്ള ഒരു ഭയങ്കര, ഞാൻ പറയണത് നിങ്ങൾ സവർക്കറിനെന്നല്ല, മോദിനെന്നല്ല, പിണറായിനെന്നല്ല, മുഹമ്മദ് നബീനെന്നല്ല, ആരെയും പുൽകേണ്ട കാര്യമില്ല, എന്നെയും പുൽകണ്ട. നമ്മള് ചെയ്യേണ്ട കാര്യം ചെയ്യാം. അത്രേ. മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഒരുതരം ഭീതിയോട് കൂടിയാണ് നോക്കി കാണുന്നത്. അതായത് നമ്മുടെ കൂടെ വണ്ടിയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളി പറയണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ ഫോട്ടോ കാർട്ടൂണിക് ഇമേജ് വരച്ചതുകൊണ്ട് ജീവിച്ചിരിക്കണ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ആരുമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാ. ഓക്കെ, ഇവിടെ ജർമ്മനിയിൽ കഴിഞ്ഞ വർഷമാണ് ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായി. ഈ വർഷം ക്രിസ്മസ് ആഘോഷം അവിടെ റദ്ദാക്കി. എന്തുകൊണ്ടായിരിക്കും? ഏതാണ് ആ ജിഹാദി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അതെ.
ആ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലേ. അതെ. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം പള്ളികൾക്കല്ലേ. അതെ. ഇന്ന് സുരക്ഷ കൊടുക്കുന്നത് എവിടെയാണ്? ക്രിസ്ത്യൻ പള്ളികൾക്ക്, അമ്പലങ്ങൾക്ക് അല്ലേ ഇവിടെ സുരക്ഷ ഒരുക്കേണ്ടി വരുന്നത്. അതെ. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കണക്കുകൾ അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ ഗോവിന്ദ. അതെ, ഈ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടല്ല, ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗമാണ്. അതായത് അതായത് സൗദി അറേബ്യയില് ഒരു മുറിയില് 5 മുസ്ലിങ്ങളുടെ കൂടെ ഒരു ഹിന്ദു താമസിക്കുന്നു. ഈ ഹിന്ദുവാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലയോ പൊട്ടന്മാരായ മുസ്ലിങ്ങളെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങളും അവൻ മരിക്കും, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവനല്ലോ, ഒന്നല്ലെങ്കിലും 3 നേരം. അവൻ മരിക്കുമ്പോ അവൻ നരകത്തിലല്ലേ പോണേ? നിങ്ങൾക്ക് അവനെ മുസ്ലിം ആക്കി സ്വർഗത്തിൽ കൊണ്ടുപോകൂടെ? കേട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ ചോദ്യം പിന്നെ എന്തിനാ പഠിച്ചോനെ ഇവരുണ്ടാക്കിയത്? നരകത്തിലെ ആളെ നടക്കാനാ? ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന ആൾ എത്ര നന്മ ചെയ്താലും കാര്യമില്ല, അയാൾ നരകത്തിലാണ്. നന്മയല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. നിങ്ങൾ അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മയെ വ്യഭിചരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നിങ്ങളെ സ്വന്തം ഉമ്മാനെ നിങ്ങൾ വ്യഭിചരിച്ചു, പക്ഷെ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. അള്ളാഹു ഉമ്മയെ വ്യഭിചരിച്ചത് പുറത്തു തരും. അതെ, ഈ ബഹുദൈവാരാധന എന്ന് പറയുന്ന സംഭവം ഒരു വളരെ ഇതായിട്ട് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിരിക്കുവാണ്. അതെ, അതാണ് ഒന്നാമത്തെ കേസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സെക്സ്, അത് ഈ സെക്സിന്റെ കാര്യം തന്നെ എടുക്കൂ. മുഹമ്മദ് നബി കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ച ആളാണ്. ഇസ്ലാമിൽ നിലനിൽക്കുന്ന ഈ മുത്തക കല്യാണം, ഇവര് മിണ്ടില്ലല്ലോ അതിനെ കുറിച്ചിട്ട്. എന്താ മിണ്ടാത്തത്? മിണ്ടില്ല. ഇവര് വിവാഹബന്ധത്തിന്റെ പവിത്രത എന്നൊക്കെ പറയും. എവിടെ ഇസ്ലാമിൽ വിവാഹബന്ധത്തിന്റെ പവിത്രത ഉള്ളത്? പെണ്ണ് ലൈംഗികമായിട്ട് വഴങ്ങി കൊടുത്താൽ മാത്രമാണ് പെണ്ണിന് ചെലവിന് പോലും കൊടുക്കേണ്ടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ല, വേറെ ഈ സ്ത്രീകളെ കൃഷിയുടെ ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും കേട്ടിട്ടുണ്ട്. അതെ, കൃഷിയുടെയാണ് സ്ത്രീകൾ. അങ്ങനെ ആയത്തുണ്ടോ? അതെ. അപ്പൊ പിന്നെ അത് എങ്ങനെയാ ശരിയാവുക? സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇഷ്ടമുള്ള അവകാശം കൊടുത്തത് ഇസ്ലാമാണെന്ന് പറഞ്ഞത്. എന്താ അവകാശമാണ് കൊടുത്തത്? മണ്ണാങ്കട്ട. ഈ കൊടുത്ത അവകാശം എന്താന്ന് ചോദിക്കുമ്പോ മുമ്പിലേക്ക് ഹാലടക്കും. അതെ, അതാണ് പ്രശ്നം. അല്ല, ഇനി അതിൽ പറയുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവര് അവകാശം അതും ഇതൊക്കെ എടുത്ത് പറയും. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഇപ്പൊ നന്മയുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവര് ചിലപ്പോൾ നന്മ കൊണ്ടുവരും. ഉമ്മാന്റെ കാലടിയിൽ സ്വർഗം. പക്ഷെ ഇതേ സാധനം വേറൊരു അവസരത്തിൽ വരുമ്പോൾ ഇതിന് കോൺട്രഡിക്ട് ചെയ്യുന്ന സാധനം വരികയാണ്. അതെ, അതായത് 2 രീതിയിൽ. അതായത് ഉദ്ഹിയത്തിന് അറക്കണ മാംസം എന്താണ്, അത് പാകം ചെയ്യുമ്പോ അതിന്റെ ആവി എവിടം വരെ പോകുന്നു, അത് അവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരുണ്ടെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് ഞങ്ങളെ മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പള്ളിയിൽ കുത്തുബെ പറയുമ്പോ വേറെ മുസ്ലിങ്ങൾക്കില്ല. സക്കാത്തിന്റെ അവകാശത്തിൽ മുസ്ലിങ്ങളില്ല. അത് മുസ്ലിമിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതെ, ഇത് മദ്രസയിൽ പഠിപ്പിച്ചപ്പോ മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസയിലാണ് പഠിച്ചത്. അവരങ്ങനെ പല തക്കിയ ഇറക്കും. ഇത് മറ്റേ കുത്തുബയില് കേൾക്കുമ്പോ നമ്മള് കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് അല്ല ഈ പറഞ്ഞത് എങ്ങനെ. അതിപ്പോ കുറച്ചു ദിവസം മുമ്പ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഉമ്മാക്ക് ഇങ്ങനെ ഹജ്ജിന് പോകണമെന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ സാധിച്ചു കൊടുക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു പോണത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് മറ്റേ PK അമീർ ഖാൻ ചോദിച്ചൊരു ചോദ്യം ചോദിച്ചു. അതായത് ഞാൻ വാപ്പാടെ അടുത്തൊരു ആഗ്രഹം പറയണാണ്. അപ്പൊ വാപ്പ പറയണാണ്, നീ വയനാട് എനിക്കൊരു വീടുണ്ട്, നീ അവിടെ ചെന്നിട്ട് ഇതേ ആഗ്രഹം ഒന്നും കൂടി പറ, അപ്പൊ ഞാൻ കേട്ടിട്ട് ആലോചിക്കാന്ന് പറയൂലേ. പഠിച്ചോനി കേൾക്കാനാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ തന്നെ ആ തിരക്കിന്റെയും ഇടയിൽ പോയി എന്തെങ്കിലും വരുത്തി വെച്ച് പറയേണ്ട ആവശ്യം. ഇന്നലെ കണ്ടല്ലോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ വിളിയും കേട്ട് അവിടെ ചെന്നാണ് 40 പേരെയാണ് വണ്ടി ഇടിച്ചു കൊന്നത്. അല്ലാഹു അതിന് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ എന്ത് ലോജിക്ക് അവിടെ ചോദിച്ചപ്പോ പഠിച്ചോന്റെ കാര്യത്തിൽ നീ ലോജിക്ക് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. തീരുമാനമായി. വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. ഇല്ല, ഞാൻ പിന്നെ കൂടുതൽ ഇത് ചെയ്യാൻ നിന്നില്ല. ശരി, ആയിക്കോട്ടെ. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. പേര് ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുക, എപ്പോഴെങ്കിലും എക്സ് മുസ്ലിം ആവുക എന്നൊക്കെ പറയുന്നത് പുറത്ത് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് സ്വയം ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ബി എ ഡെഡ് ആൻഡ് ഫോർ ദിസ് റാബീസ് വൈറസ് ഇസ് കോൾഡ് ഇസ്ലാം. ഓക്കെ, എപ്പോഴെങ്കിലും എറണാകുളം വരുവാണെങ്കിൽ വിളിക്കുക. ആലുവ പെരുമ്പാവൂരല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, ശരി, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ, ബൈ. ശരി.
പെട്ടെന്ന് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.